So I'll be starting from that only. So the excess current പറഞ്ഞാൽ എന്താണ്? അത് ആ ന്യൂട്രൽ ത്രൂ എന്ത് ചെയ്തു എർത്തിലേക്ക് ഫ്ലോ ചെയ്യും. അതായത് ഒരു ബാലൻസ്ഡ് ലോഡല്ലാന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഒരു ലോഡ് ബാലൻസ്ഡ് അല്ലാണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുക? ആ അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കറണ്ട്, അതായത് IA + IB + IY = 0 ആയിരിക്കണം. അപ്പോൾ എന്താ സംഭവിക്കുക? ബാലൻസ്ഡ് ആയിരിക്കും. അപ്പം ഇൻ കേസ് അൺബാലൻസ്ഡ് ആകുമ്പം IA + IB - IY ആവും. അപ്പോൾ എന്ത് ചെയ്തു? ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള കറണ്ട് ന്യൂട്രലിലേക്ക് ഫ്ലോ ചെയ്യും. ഇപ്പം ഈ ഒരു ഹാർമോണിക്സിൻ്റെ സിറ്റുവേഷനിൽ എങ്ങനെ സംഭവിക്കുക വെച്ചാൽ, ഹാർമോണിക്സിൻ്റെ സിറ്റുവേഷനിൽ ഈ ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള കറണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയും ഹൈ കറണ്ട് ഒരിക്കലും ന്യൂട്രലിൽ ഫ്ലോ ചെയ്യാൻ ന്യൂട്രലിൻ്റെ സൈസ് എന്തായിരിക്കും? നമ്മൾ സെലക്ട് ചെയ്യുക. ആ ഒരു ചെറിയ സൈസ് കണ്ടക്ടറിൽ ഈ ഒരു ഹൈ കറണ്ട് ഫ്ലോ ചെയ്താൽ എന്താ സംഭവിക്കുക? ന്യൂട്രൽ ബേൺ ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ എത്ര സൈസ് ന്യൂട്രൽ വയറായി ഉപയോഗിക്കുന്ന? ഡബിൾ സൈസ് ന്യൂട്രൽ വയറാണ് ഇവിടെ ഉപയോഗിക്കുക. പിന്നെ these properties allows them to endure the additional heat caused by harmonic current much better than standard transformers. So next we see about K factor is equal to the sum of the squares of harmonic frequency current expressed as the ratio of total RMS current multiplied by the square of the harmonic frequency number. K = I1 square. ഈ ഒരു I1 സ്ക്വയറും is the ratio between fundamental current to the total RMS current. അതായത് ഫണ്ടമെൻ്റൽ കറണ്ടും അതിൻ്റെ ടോട്ടൽ RMS കറണ്ടുമായിട്ട് ഉള്ള റേഷ്യോ ആണ്. ഇപ്പം നമുക്കറിയാം ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫ്രീക്വൻസിയിൽ നിന്ന്. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി നമുക്ക് ഫണ്ടമെൻ്റൽ ഹാർമോണിക്സ് എന്ന് പറയാം. സെക്കൻഡ് ഓർഡർ ഫ്രീക്വൻസി, ദാറ്റ് ഈസ് സെക്കൻഡ് ഓർഡർ ഹാർമോണിക്സ്. അപ്പോൾ സെക്കൻഡ് ഓർഡർ ഹാർമോണിക് കറണ്ട്, അതായത് ഒരേ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയിൽ 2 വട്ടം സൈക്കിൾ വരാം. അപ്പം ഇതെന്ന് വെച്ചാൽ ഈ ഒരു സെക്കൻഡ് ഓർഡർ ഹാർമോണിക്സിൻ്റെ കറണ്ടും പിന്നെ ടോട്ടൽ RMS കറണ്ടുമായിട്ടുള്ള റേഷ്യോ ആണ് ഈ ഒരു I2 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ. ഓക്കെ, സോ I2 is the ratio between second harmonic current to the total RMS current. So these are all this express. So n is the number of harmonics. എത്രാമത്തെ ഹാർമോണിക്സ് ആണ്? സെക്കൻഡ് ഹാർമോണിക്സ് ആണ് 2 സ്ക്വയർ, തേർഡ് ഹാർമോണിക്സ് ആണ് 3 സ്ക്വയർ. സോ ഈ ഒരു റേഞ്ചിലാണ് ഇങ്ങനെയാണ് നമുക്ക് K ഫാക്ടർ ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് കണ്ടുപിടിക്കുക. സോ സമ്മറി. സോ നമുക്കതൊന്ന് സമ്മറൈസ് ചെയ്യാം. ടു സം ഓഫ് ദി എഫക്ട് ഓഫ് ഹാർമോണിക് കറണ്ട്സ് ഓൺ ട്രാൻസ്ഫോമർ ആർ ഇൻക്രീസ്ഡ് എഡി കറന്റ് ലോസ്, അഡീഷണൽ കോപ്പർ ലോസ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫിയറൻസ് വിത്ത് കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട്സ്. അഡീഷണൽ കോപ്പർ ലോസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡീഷണൽ കോപ്പർ ലോസ് ഉണ്ടാവും. പിന്നെ എന്ത് ചെയ്തു? അത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫിയറൻസും ഇതിൽ ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് വൺ, മീൻ ഹാർമോണിക് വോൾട്ടേജ് ലീഡ് ടു ദി ഫോളോയിങ്, ദറ്റ് ഈസ് ഇൻക്രീസ്ഡ് ഡൈഇലക്ട്രിക് സ്ട്രെസ് ഓൺ ഇൻസുലേഷൻ. അതെന്ത് ഇൻക്രീസ്ഡ് ഡൈഇലക്ട്രിക് സ്ട്രെസ് ഓൺ ഇൻസുലേഷൻ പറയാൻ കാരണം, ഈ ഒരു ഹാർമോണിക് ത്രൂ എന്ത് ചെയ്തു? വൈൻഡിങ് ഹീറ്റാവും. വൈൻഡിങ് ഹീറ്റാവുമ്പോൾ വൈൻഡിങ്ങിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൻ്റെ മുകളിൽ സ്ട്രെസ് കൂടുതൽ വരും. റെസൊണൻസ് ബിറ്റ്വീൻ വൈൻഡിങ് റിയാക്ടൻസ് ആൻഡ് ഫീഡർ കപ്പാസിറ്റൻസ് and electrostatic interference with communication circuits. Overall, the effects of harmonic is an increased heating in the transformer as compared to the purely sinusoidal operation. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇൻക്രീസ്ഡ് ഹാർമോണിക്സ് ആണെങ്കിൽ ട്രാൻസ്ഫോമറിൻ്റെ ഹീറ്റിംഗ് കൂടുകയാണ് ചെയ്യുന്നത്. Furthermore, harmonics will result to lower efficiency, lesser capacity, reduced power factor and decreased in productivity. മനസ്സിലായില്ലേ? റെഡ്യൂസ്ഡ് എഫിഷ്യൻസി, പിന്നെന്താ, വിൽ ലീഡ് ടു ദി ലോവർ എഫിഷ്യൻസി, ലെസ്സർ കപ്പാസിറ്റി പറഞ്ഞാൽ ഇപ്പോൾ നോർമലി ഒരു 63 kVA ട്രാൻസ്ഫോമർ ആണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി നമ്മൾ കുറക്കണം. ബാക്കിയുള്ള ആ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ, അതായത് ഒരു നോർമലി ഒരു ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി നമുക്ക് എത്രയാണോ വേണ്ടത് അതിനെക്കാട്ടും കുറഞ്ഞ കപ്പാസിറ്റി മാത്രമേ ആ ട്രാൻസ്ഫോമറിനെ കൊണ്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി കുറഞ്ഞു.
reduced power factor and decreased productivity. Okay, next one we see about AC motors. So application of distorted voltage to a motor results in the additional loss in the magnetic core of the motor. Hysteresis and eddy current losses in the core increases as higher frequency and harmonic voltages are impressed on the motor windings. അപ്പം നമുക്കറിയാം ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പം എന്ത് ചെയ്തു, അത് രണ്ട് തരത്തിലുള്ള ലോസസ്സാണ് ഇൻക്രീസ് ചെയ്യുക, എഡ്ഡി കറണ്ട് ലോസും ഹിസ്റ്ററിസിസ് ലോസും. അതേപോലെ ഇത് ഹാർമോണിക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് ഇൻക്രീസ് ചെയ്യുക, ആദ്യം ഹാർമോണിക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസിയാണ് ഇൻക്രീസ് ചെയ്യുക. ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പം അത് അയൺ ലോസ് ഇൻക്രീസ് ചെയ്തു. ആ ഒരു അയൺ ലോസ് ഇൻക്രീസ് ചെയ്യുമ്പം എന്താ സംഭവിക്കുക, അതിൻ്റെ ലോസസ്സും കൂടി. അതിൻ്റെ ലോസസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക, losses. So what do you mean by the efficiency? Efficiency is equal to output by input. So what is input? Input is equal to output plus losses. Losses increase ചെയ്യുമ്പോൾ എന്തായിരുന്നു, efficiency decrease ആവും. സോ അതേപോലെ അത് ലോസസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എഫിഷ്യൻസി ഡിക്രീസ് ആവും, പിന്നെ പവർ ഫാക്ടർ ഡിക്രീസ് ആവും. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്കെന്താ എന്തിനു പറയാനുള്ളത്, എ സി മോട്ടറിനും ഈ ഒരു കാര്യം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് അതിൻ്റെ ലോസസ് ഇൻക്രീസ് ആവും. ബട്ട് ഇതേപോലെ തന്നെ നമ്മൾ ട്രാൻസ്ഫോമറത്തെ പോലെ തന്നെ ഇവിടെയും കോർ ലോസ് സംഭവിക്കുന്നുണ്ട്. കോർ ലോസും പിന്നെന്താ കോപ്പർ ലോസും ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. So voltage are impressed on the motor windings. Hysteresis loss increase with frequency and eddy current loss increase with square of the frequency. Also harmonic currents produce additional I square R losses in the motor winding which must be accounted. The harmonics എന്ത് ചെയ്തു, അത് ഹീറ്റിംഗ് സംഭവിക്കും അല്ലേ. ഹാർമോണിക്സ് എന്ന് പറഞ്ഞാൽ അത്രയും ഹൈ ഫ്രീക്വൻസിയിലെ ഒരു കറണ്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും, ഹീറ്റിംഗ് സംഭവിക്കും. ആ ഹീറ്റിംഗ് അതായത് ഈ കോറിൽ വരുന്ന ഹീറ്റിംഗ് ത്രൂ എന്തിനെ എഫക്റ്റ് ചെയ്യും, വൈൻഡിങ്സിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ വൈൻഡിങ്സിൻ്റെ ആ ഹീറ്റിംഗ് വരുമ്പോൾ ഇത് വൈൻഡിങ്സിൽ ലോസസ് ഉണ്ടാവും. അങ്ങനെയാണ് ഇതൊരു അഡീഷണൽ ലോസസ്, കോപ്പർ ലോസസ് ഇവിടെ ഉണ്ടാവുന്നത്. Motors intended to operate for operation in severe harmonic environment must be specially designed for application. ഏതൊക്കെ മോട്ടറാണോ സിവിയർ എൻവയോൺമെൻറ്റിൽ ഉണ്ടാവേണ്ടത് അത് സ്പെഷ്യലി we should have to specially design it for it. Motor manufacturer will provide motors for operation with ASD units, adjustable speed drive units. If the harmonic level becomes excessive, filters may be applied at the motor terminal to keep the harmonic currents from the motor winding. നമുക്ക് എന്ത് ചെയ്തു, ഫിൽട്ടേഴ്സ് വേണം വെക്കുക. ഫിൽട്ടേഴ്സ് പറഞ്ഞാൽ എന്താ, ഷണ്ട് കപ്പാസിറ്റേഴ്സ് ആണ്. ഈ ഷണ്ട് കപ്പാസിറ്ററാണ് മെയിനായിട്ട് ഫിൽട്ടറായിട്ട് ആക്ട് ചെയ്യുക. ഈ ഷണ്ട് കപ്പാസിറ്റർ എന്താ സംഭവിക്കുക, ഈ ഷണ്ട് കപ്പാസിറ്റേഴ്സ് ഈ ഹാർമോണിക് കറണ്ടിനൊക്കെ സിങ്കായിട്ട് മാറും. എന്താണ് സിങ്ക്, ഹാർമോണിക് കറണ്ടൊക്കെ നേരെ വലിച്ചെടുക്കും. ഹാർമോണിക് കറണ്ടിനെ വലിച്ചെടുത്തിട്ട് അതവിടെ ചാർജ് ചെയ്ത് വെക്കും. സോ അങ്ങനെ എന്ത് ചെയ്തു, ഈ ഒരു ഹാർമോണിക് കറണ്ടിനെ തൽക്കാലത്തേക്ക് ഈ ഒരു ഷണ്ട് കപ്പാസിറ്റർ അത് അവോയ്ഡ് ചെയ്യും. അത് നമുക്കറിയാമല്ലോ, കപ്പാസിറ്റൻസ് എക്സ് ഈസ് ഈക്വൽ ടു 1/2πfc അല്ലേ. എക്സ് ഈസ് ഈക്വൽ ടു 1/2πfc ആണ്. അതായത് എഫ് പറയുകയാണെങ്കിൽ ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഫ്രീക്വൻസി ഇൻക്രീസ് ആകുമ്പോൾ എന്ത് ചെയ്തു, എന്ത് ചെയ്തു, എക്സി പറഞ്ഞാൽ എന്താണ്, കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഡിക്രീസ് ചെയ്തില്ലേ, ഡിക്രീസ് ചെയ്തു. അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു, ഈസി ആയിട്ട് കറണ്ടിന് ആ ഒരു കപ്പാസിറ്ററിലേക്ക് ചാർജ് ചെയ്തുകൂടെ. കറണ്ട് വിൽ ഫ്ലോ ആൾവേസ് ടു ദി ലോ റെസിസ്റ്റൻസ് പാത്ത്. അപ്പം കറണ്ട് ആ ഏറ്റവും ലോ റെസിസ്റ്റൻസ് പാത്തായ ആ കപ്പാസിറ്ററിലേക്ക് ഫ്ലോ ചെയ്യും. ആ കപ്പാസിറ്ററിലേക്ക് ഫ്ലോ ചെയ്തിട്ട് കപ്പാസിറ്റർ ചാർജായി മാറും. പിന്നെ നമുക്കെന്താ കിട്ടുന്ന ഒരു പ്യുവർ ഒരു കറണ്ട് വിത്തൗട്ട് എനി ഹാർമോണിക്സ് ക്യാൻ ബി ഫെഡ് ടു ദി ലോഡ്. സോ ഇങ്ങനെയാണ് ഒരു മോട്ടറിൽ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാർമോണിക് ഫിൽട്ടർ ആവുന്നത്. മനസ്സിലായില്ലേ? The large motor supplied for ASD are usually provided with harmonic filter to prevent motor damage due to harmonics. Next one we see about capacitor banks. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. അതായത് XC is equal to 1/2πfc. Okay. The capacitor banks are commonly found in commercial and industrial power system.
അത് നോർമലി എല്ലാ സ്ഥലത്തും ഉണ്ടാവും, ഇൻഡസ്ട്രിയിലും പിന്നെ കമേഴ്ഷ്യൽ പവർ സിസ്റ്റത്തിൽ ഉണ്ടാവും. ടു കറക്റ്റ് ദി ലോ പവർ ഫാക്ടർ കണ്ടീഷൻ, ഒരു ലോ പവർ ഫാക്ടർ കണ്ടീഷന് അത് എന്താക്കണം, അത് ഇമ്പ്രൂവ് ചെയ്തിട്ട് അത് ഹൈ പവർ ഫാക്ടറിലേക്ക് എത്തിക്കണം. അതായത് ഒരു 0.4 പവർ ഫാക്ടർ കണ്ടീഷനാണ് നമുക്ക് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ ഇമ്പ്രൂവ് ചെയ്തിട്ട് 0.8 0.9 പവർ ഫാക്ടറിലേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കണം. The capacitor banks are designed to operate at maximum voltage of 100% of the rated voltage. They are designed to voltage up to 110% of the rated voltage and 135% of the rated KVR. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കപ്പാസിറ്റർ ബാങ്ക്സ് ഏറ്റവും, അതായത് 110% ഓഫ് ദി റേറ്റഡ് വോൾട്ടേജും 135% ഓഫ് ദി റേറ്റഡ് KVRയിലേക്കാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും സ്ട്രെസ്സ് അതിന് വന്നിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. When the large levels of voltage and current harmonics are present, the ratings are quite often exceeded, resulting in failures. അപ്പോൾ കൂടുതൽ വോൾട്ടേജ് ഹാർമോണിക്സോ കറണ്ട് ഹാർമോണിക്സോ ഒക്കെ വരുമ്പം അപ്പോൾ ആ റേറ്റിങ്സിന് കൂടുതൽ സ്ട്രെസ്സസ് വരും. അപ്പോൾ അങ്ങനെ അത് ഫെയിലിയർ സംഭവിക്കും, അതായത് കപ്പാസിറ്റർ ചിലപ്പം ബേൺ ചെയ്ത് പോകും. Because the reactance of the capacitance is inversely proportional to the frequency, harmonic current find their way into the capacitor bank. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫ്രീക്വൻസി കൂടുമ്പോൾ, അതായത് ഹാർമോണിക്സ് കൂടുമ്പോൾ ഫ്രീക്വൻസി കൂടും. ഫ്രീക്വൻസി കൂടുമ്പോൾ ഇവിടെ നോക്കുക ഹാർമോണിക്സ്, ഇത് ഫ്രീക്വൻസി അല്ലേ. ഹാർമോണിക്സ് കൂടുമ്പോൾ ഫ്രീക്വൻസി കൂടും. ഫ്രീക്വൻസി കൂടുമ്പോൾ എക്സി കുറയും. എക്സി കുറയുമ്പോൾ ആസ് എ റിസൾട്ട് ദ കപ്പാസിറ്റർ ബാങ്ക് ആക്ട്സ് ലൈക്ക് എ സിങ്ക്, അട്രാക്റ്റിംഗ് unfiltered harmonic currents. This effect increases thermal and dielectric stress on the capacitor units. അപ്പോൾ എന്ത് ചെയ്തു, ഈ ഒരു അൺഫിൽറ്റർഡ് കറണ്ട് ഉണ്ടല്ലോ, അതിനെ അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ എന്ത് ചെയ്തു, കപ്പാസിറ്ററിന് കൂടുതൽ എന്ത് ചെയ്തു, കറണ്ട് അതിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ അത് താങ്ങും, ചിലപ്പോൾ അത് താങ്ങാൻ പറ്റില്ല. The capacitor banks act like a sinks, absorbing stray harmonic currents and causing overloads and subsequent failure in the banks. ചിലപ്പോൾ ഓവർലോഡായിട്ട് ഫെയിലിയർ സംഭവിക്കാം. The effects of harmonics on the capacitor include additional heating and in severe case overloading, increased dielectric or voltage stress and unwanted losses. ഒരു അൺവാണ്ടഡ് ലോസസ് ഉണ്ടാവും, പിന്നെ വോൾട്ടേജ് സ്ട്രെസ്സും. ഡയലക്ട്രിക് ആൻഡ് വോൾട്ടേജ് സ്ട്രെസ് ഇൻക്രീസ് ചെയ്തു. അത് വോൾട്ടേജ് സ്ട്രെസ് എന്ന് വെച്ചാൽ വോൾട്ടേജ് പെർ ഡിസ്റ്റൻസ്. അത് നമുക്ക് വോൾട്ടേജ് പെർ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ആ കപ്പാസിറ്ററിൻ്റെ ഇതില്ലേ, സെപ്പറേഷൻ ഇല്ലേ, ആ സെപ്പറേഷൻ്റെ അക്രോസ് ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ആണെങ്കിൽ അത് താങ്ങാൻ പറ്റും. കൂടുതൽ വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിന് സ്ട്രെസ്സ് കൂടും. അപ്പോൾ ആ സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അത് ഹീറ്റാവും. സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ അത് ഹീറ്റാവും. ഹീറ്റിംഗ് അത് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഇൻസുലേഷൻ ഫെയിലിയർ ഉണ്ടാവും. ഇൻസുലേഷൻ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അത് ബേണിങ് വരും. So you can see the capacitor banks are being connected in a transmission line. So this is that capacitor bank 1, 2, 3. So the reactance of a capacitance is inversely proportional to the frequency, as can be noted in the formula. As a result, capacitor acts like a sink, attracting unfiltered harmonic current. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ ഇപ്പം എന്നെ വിളിക്കുക. ഇന്നത്തെ ഓഡിയോ ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്തു, ഈ ഹെഡ്സെറ്റ് ഇടാൻ വിട്ടുപോയതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ എക്കോ കേൾക്കുന്നത്. ഹെഡ്സെറ്റ് ഇടാണ്ട് നിങ്ങൾ കേൾക്കുവാണെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നെക്സ്റ്റ് വൺ കേബിൾസ്. ഇനി നമ്മൾ അടുത്തത് നോക്കുകയാണെങ്കിൽ കേബിൾസാണ് നോക്കേണ്ടത്. കേബിൾസ് ഫസ്റ്റ് നമ്മൾ എന്താ നോക്കി, ട്രാൻസ്ഫോമർ നോക്കി, പിന്നെ മോട്ടോർസ് നോക്കി, പിന്നെ കപ്പാസിറ്റർ ബാങ്ക് നോക്കി, ഇനി കേബിൾസിൻ്റെ, പിന്നെ അത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റീവ് ഡിവൈസിൻ്റെ, അത്രയേ ഉള്ളൂ. ഇനി കേബിൾസിൻ്റെ കാര്യം നോക്കാം. സോ കേബിൾസ് പറയുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, കേബിൾസിൽ കറണ്ട് ഫ്ലോയിങ് ഇൻ ദി കേബിൾ പ്രൊഡ്യൂസസ് I²R ലോസ് അല്ലേ. നോർമലി ഒരു I²R ലോസാണ് ഉണ്ടാവുക കേബിളിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ. വെൻ ദ ലോഡ് കറണ്ട് കണ്ടെയ്ൻസ് ഹാർമോണിക് കണ്ടൻറ്റ്, അഡീഷണൽ ലോസസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ്. അതെങ്ങനെ അഡീഷണൽ ലോസസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഈ സ്കിൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, DC സ്കിൻ എഫക്റ്റ് ഉണ്ടോ? ഇല്ല. എന്താ കാരണം? DC ഫ്രീക്വൻസി 0 ആണ്. അപ്പോൾ AC സ്കിൻ എഫക്റ്റ് ഉണ്ടോ? ഉണ്ട്. കാരണം വെച്ചാൽ ആ സ്കിൻ എഫക്റ്റ് ഉള്ളത് കൊണ്ട് എന്താ സംഭവിക്കുക, അത് സർഫേസിലാണ്
ഒരു കറണ്ട് ഫ്ലോ ചെയ്യുക, അതിൻ്റെ ഇൻറ്റർണൽ പോർഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യില്ല. അതിനാണ് എന്താ പറയുക, സ്കിൻ എഫക്റ്റ് എന്ന് പറയുക. അതായത് ഫ്രീക്വൻസി നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, കൂടുതൽ കറണ്ടും സർഫേസിൽ ഫ്ലോ ചെയ്യും, അതിൻ്റെ ഇന്നർ സൈഡിലെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കുറയും. ഇപ്പോഴത്തെ നോക്കുക, ഇത്ര പോർഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല, ഇത്രയും പോർഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. കാരണം എന്താ, അതിൻ്റെ ഫ്രീക്വൻസി 60 ഹെർട്സോ 50 ഹെർട്സോ ഒക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഫ്രീക്വൻസി കൂട്ടുവാണെങ്കിൽ എന്താ സംഭവിക്കുക, ഒരു കണ്ടക്ടർ അല്ലേ, ഒരു കണ്ടക്ടറിൻ്റെ ഇൻഡക്റ്റൻസ് എങ്ങനെ ഉണ്ടാവും, XL ആണ് അത് ഉണ്ടാവുക, അതൊരു ഇൻഡക്ടറായിട്ട് മാറും. അപ്പോൾ XL = 2πfL ആണ്. അപ്പോൾ FL പറയുമ്പം XLന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസിയാണ്. അപ്പം അതിന് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടും. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക, അതിൻ്റെ സർഫേസിലേക്ക് ആ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവത്തുള്ളൂ, ഇന്നർ സൈഡിലേക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ സർഫേസ് സൈഡിൽ കൂടുതൽ കറണ്ട് ഫ്ലോ വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് ലോസസ് കൂടും. അതുമല്ല ആ ഭാഗത്ത് ഹീറ്റിംഗ് സംഭവിക്കും, ഒരു കറണ്ട് ഡെൻസിറ്റി കൂടും. ഒരു കറണ്ട് ഡെൻസിറ്റി കൂടുമ്പം എന്ത് സംഭവിക്കുക, ആ ഹീറ്റിംഗ് സംഭവിക്കും. ആ ഭാഗത്തൊക്കെ ഇങ്ങനെ തീ ഒക്കെ ഇങ്ങനെ സ്പാർക്കിംഗ് ഒക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ആ ഒരു പർട്ടിക്കുലർ കണ്ടക്ടറിന് മുകളിൽ സ്പാർക്കിംഗ് ഉണ്ടാവും. സോ അത് അവോയ്ഡ് ചെയ്യണം. ഹാർമോണിക്സ് ഓർ ഹയർ ഫ്രീക്വൻസി കറണ്ട് ടെൻഡ് ടു ഫ്ലോ ഓൺ ദി ഔട്ടർ പോർഷൻ ഓഫ് ദി കണ്ടക്ടർ. ദിസ് ടെൻഡൻസി ഓഫ് ദി കറണ്ട് ഫ്ലോ ഓൺ ദി ഔട്ടർ പോർഷൻ ഓഫ് ദി കണ്ടക്ടർ is called as skin effect. The skin effect is due to the unequal flux linkage across the cross section of the conductor, which causes AC current to flow only on the outer periphery of the conductor. This has the effect of increasing resistance of the conductor for AC current. The higher the frequency of the current, the greater the tendency of the current to crowd at the outer periphery of the conductor and greater the effective resistance for the frequency. അപ്പോൾ എത്രയും നമുക്ക് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യോ അത്രയും എന്ത് ചെയ്തു, ഈ കറണ്ട് അതിൻ്റെ ഔട്ടർ സൈഡിൽ കൂടുതൽ ക്രൗഡഡ് ആവും. സോ റീജിയൻ ഓഫ് ദി കറണ്ട് ഫ്ലോ, ഇവിടെ നോക്കിയാൽ മതി, റീജിയൻ ഓഫ് ദി കറണ്ട് ഫ്ലോ കൂടുതലായിരുന്നു, ഇവിടെ റീജിയൻ ഓഫ് ദി കറണ്ട് ഫ്ലോ കുറവായിരുന്നു. അപ്പോൾ കറണ്ട് ഡെൻസിറ്റി കൂടി, സോ ഡെൽറ്റ കൂടി. സോ ഇതിൻ്റെ ഡെൽറ്റ കുറവായിരുന്നു. So next one we see about the protective devices. Harmonic current influences the operation of protective devices such as fuses, motor, thermal overload devices are prone to the nuisance operations. എന്ന് വെച്ചാൽ ഒരു ഹാർമോണിക് ലോഡിലാണെങ്കിൽ ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് കൂടുതൽ എന്താ ചെയ്യാൻ സംഭവിക്കുക, അൺവാണ്ടഡ് ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടാവാം പ്രൊട്ടക്റ്റീവ് devices. So that we call as the nuisance operation when subjected to non-linear currents. This factor should be given due consideration when sizing the protective device for use in harmonic environment. Electromechanical relay are also affected by the harmonics. So harmonics എന്താ സംഭവിക്കുക വെച്ചാൽ ചിലപ്പം ഒരു ഫാൾട്ട് കറണ്ട് ആയിരിക്കില്ല, ആ ഫാൾട്ട് കറണ്ട് അല്ലാത്ത സമയത്ത് എന്താ ചെയ്തു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ഓപ്പറേറ്റ് ചെയ്തു പോകും. ഒരു തെർമൽ ഓവറോഡ് റിലേ ആകുമ്പോൾ എന്ത് ചെയ്തു, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം അത് എന്ത് ചെയ്തു, അത് ട്രിപ്പാവും. അപ്പം ഒരു തൽക്കാലത്തേക്ക് മാത്രമേ അത് ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് മാത്രമേ അത് ആ ഒരു ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും, പെട്ടെന്ന് അത് താവും ചെയ്യും. പക്ഷെ അത് ഈ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് നോക്കില്ല, പെട്ടെന്ന് എന്ത് ചെയ്തു അത് ട്രിപ്പാവും. സോ അത് അൺവാണ്ടഡ് ഓപ്പറേഷൻസ് കൂടുതലായിട്ട് നടക്കും. അതാണ് ന്യൂയിസൻസ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. Depending on the design, an electromechanical relay may operate faster or slower than expected times for operation at the fundamental frequency alone. Such a factor should be carefully considered prior to the placing the relay in service. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നത് ഇലക്ട്രോമെക്കാനിക്കൽ റിലേയിലാണ് ദാൻ സ്റ്റാറ്റിക് റിലേ. കൂടുതൽ ഹാർമോണിക്സ് പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. ഓക്കെ, ബൈ.